Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of components, concept of working capital and difference between gross and net working capital. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പണൻസ്, കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോൺസെപ്റ്റും കോമ്പണൻസും ദെൻ ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസും ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. Components of working capital. Components of working capital. 2 components ആണ് വർക്കിംഗ് ക്യാപിറ്റലിനുള്ളത്. അത് ഏതൊക്കെയാണ്? കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. നമുക്കറിയാം 2 കോമ്പണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് എന്താണ്? കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയർ നമ്മളുടെ അസറ്റ്സിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ അസറ്റിനെ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എ ഫേം, യൂഷ്വലി 1 ഇയർ. വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മളുടെ അസറ്റിനെ ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത്തരം അസറ്റിനെ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്സ്. എക്സാമ്പിൾസ്, കറണ്ട് അസറ്റ്സിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ക്യാഷ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് ബാലൻസ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഇവയൊക്കെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന അസറ്റുകൾ. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് എന്താണ്? നമ്മൾക്ക് വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മൾക്ക് ഈ ലയബിലിറ്റീസ് കൊടുത്തു വീട്ടാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ലയബിലിറ്റീസ് നമ്മൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് ആ കടപ്പാട് നമ്മൾക്ക് കൊടുത്തു വീട്ടാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ റീപേയബിൾ ഡ്യൂറിങ് ഷോർട്ട് പീരീഡ്, യൂഷ്വലി വിത്തിൻ എ ഇയർ. ഒരു ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ലയബിലിറ്റീസ് വീട്ടാൻ കഴിയും, ലയബിലിറ്റീസ് റീപേ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത്തരം ലയബിലിറ്റീസിനെ പറയുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റീസ്. എക്സാമ്പിൾസ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? കറണ്ട് ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസ്: ഷോർട്ട് ടേം ബോറോവിങ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, advance payments from customers, outstanding expenses, provision for taxation, dividend payable. ഇവയൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. 2 കോൺസെപ്റ്റ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിനുള്ളത്. ദർ ആർ 2 കോൺസെപ്റ്റ്സ്. ഫസ്റ്റ് വൺ ഗ്രോസ് കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ നെറ്റ് കോൺസെപ്റ്റ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ്സിന് നമുക്ക് എന്ത് പറയാം? ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറയാം. കറണ്ട് അസറ്റ്സിന് മൊത്തമായിട്ട് നമുക്ക് ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ മൊത്തം കറണ്ട് അസറ്റിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഗ്രോസ് കോൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ഫണ്ട്സിനെ പറയുന്ന പേരാണ് gross concept of working capital. Thus working capital is equal to total current assets. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു total current assets. The working capital as per gross concept is called gross working capital. ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റലിനെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയാറ്. ദിസ് കോൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ടു ഇവാലുവേറ്റ് ദ current working capital position and to ensure the optimum investment in individual current assets. ഇത് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്, ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ടു ഇവാലുവേറ്റ് ദ കറൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. ഇപ്പോഴത്തെ അത് ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അപ്പോഴത്തെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിന് എപ്പോഴാണോ ആ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്, ഗ്രോസ് കോൺസെപ്റ്റ് ഉള്ളത് നോക്കുന്നത്, അപ്പോഴത്തെ
വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എത്രയാണ്, കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ടു എൻഷുർ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്സ്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റിൽ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നടത്തേണ്ടത് അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റിൽ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് എത്രയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഗ്രോസ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. അപ്പം നിങ്ങളോട് ചോദിച്ചാൽ ടോട്ടൽ കറണ്ട് അസറ്റിന് എന്തെന്ന് പറയാം, ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറയുകയാണെങ്കിലും എന്ത് പറയാം, ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. പിന്നെ ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ദീസ് concept, advantages of gross working capital concept. This concept is helpful in determining the correct amount of working capital at the right time. ആ സമയത്തെ റൈറ്റ് ടൈമിൽ ഏത് ടൈമിലാണോ നമ്മൾ നോക്കുന്നത് ആ ടൈമിലെ റൈറ്റ് ടൈമിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കറക്റ്റ് എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് സഹായിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം കറക്റ്റ് എമൗണ്ട് എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ, ആ റൈറ്റ് ടൈമിൽ കറക്റ്റ് എമൗണ്ടിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് എ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്സ്. അതേപോലെ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്സിൽ എത്രത്തോളം വേണം, അത് ഒപ്റ്റിമം എത്രയാണ് വേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത്, ഇറ്റ് ഹെൽപ്സ് ടു മാക്സിമൈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഇത് കടം കൊടുക്കാനുണ്ട്, അതായത് നമ്മൾക്ക് എത്ര ക്രെഡിറ്റേഴ്സിന് പണം കൊടുത്ത് വീട്ടാനുണ്ട്, അതൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഫിക്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഇനി പറയാനുള്ളത് നെറ്റ് കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് നെറ്റ് കോൺസെപ്റ്റ്? നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ ദി കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റിനേക്കാളും കൂടുതലായിട്ടുണ്ട് എങ്കിൽ അതിന് പറയുന്ന പേരാണ് നെറ്റ് കോൺസെപ്റ്റ്. അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. ടോട്ടൽ കറണ്ട് അസറ്റ്സിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. Thus working capital refers to net current assets. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന പേര് നെറ്റ് കറണ്ട് അസറ്റ് എന്നാണ്. The working capital as per net concept is called net working capital. നെറ്റ് കോൺസെപ്റ്റ് പ്രകാരമുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേര് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. ദ നെറ്റ് കോൺസെപ്റ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ബിക്കോസ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഗ്രോസ് കോൺസെപ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്, നെറ്റ് കോൺസെപ്റ്റ് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആവാൻ കാരണം? ഇതൊരു റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് നെറ്റ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്നാൽ ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്.
നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് മെഷേഴ്സ് ദ ഫേംസ് ലിക്വിഡിറ്റി. ഒരു ഫാമിൻ്റെ ലിക്വിഡിറ്റി എത്രയാണ്, ആ ഫാമിൽ എത്രത്തോളം ക്യാഷ് ആയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്തിട്ട് എത്ര എമൗണ്ട് അവിടെ ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് ലിക്വിഡിറ്റി ഫോം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. It enables the creditors and investors to assess the short-term solvency of the firm. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും സഹായിക്കുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റാണ്. അവരുടെ സോൾവൻസി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കിയാൽ മതി, ആ കമ്പനിയുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് നോക്കിയാൽ മതി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിയാൽ ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ആ കമ്പനിയുടെ സോൾവൻസി, ഷോർട്ട് ടേം സോൾവൻസി മനസ്സിലാക്കാൻ കഴിയും. Then third one, it indicates the extent to which working capital can be financed with the long-term funds. Long-term ഫണ്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുന്നത്. ഇത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രകാരം ലോങ് ടേം ഫണ്ടിലൂടെയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുന്നത്, ഒരു പരിധിവരെ ഫിനാൻസ് ചെയ്യുന്നത്. അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് വൺ, ഇറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദി ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി എന്റർപ്രൈസസ്. ഒരു എന്റർപ്രൈസസിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിലൂടെയാണ്. ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എത്രത്തോളം ഫിനാൻഷ്യൽ സൗണ്ട് ആണെന്നും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിയാൽ മതി. നെറ്റ് കോൺസെപ്റ്റിൽ തന്നെ കുറച്ച് ഓൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ പറയുന്നുണ്ട്. പോസിറ്റീവാണ്, നെഗറ്റീവാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നെറ്റ് കോൺസെപ്റ്റ് എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവാണ്, വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. ദർ ഈസ് എ ഓൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അക്കോർഡിംഗ് ടു ദിസ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ പോർഷൻ ഓഫ് ഫേംസ് കറണ്ട് അസറ്റ്സ് വിച്ച് ഈസ് ഫിനാൻസ്ഡ് വിത്ത് ദി ലോങ് ടേം ഫണ്ട്സ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇസ് ദ പോർഷൻ ഓഫ് ഫേംസ് കറണ്ട് അസറ്റ്സ്. ഒരു ഫേമിൻ്റെ കറണ്ട് അസറ്റിൻ്റെ പോർഷൻ മാത്രമാണ് എന്ത്, പോർഷനാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഇത് ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം ഫണ്ടിലൂടെയാണ്. അത് നമുക്ക് മനസ്സിലാകുന്ന, നമ്മളൊന്ന് കുറച്ച് മുന്നേ പറഞ്ഞു ലോങ് ടേം ഫണ്ടിൻ്റെ പാർട്ടാണ് എന്ത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഫിനാൻസ്ഡ് വിത്ത് ദ ലോങ് ടേം ഫണ്ടിലൂടെയാണ് അത് ഫിനാൻസ് ചെയ്യുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുകിൽ പോസിറ്റീവ് ആവും അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. വെൻ കറണ്ട് അസറ്റ്സ് എക്സീഡ് കറണ്ട് ലയബിലിറ്റീസ് ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിനേക്കാളും കൂടുതലാവുമ്പോഴാണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആവുന്നത്. എന്നാൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിനേക്കാളും കുറവായി വരികയാണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആവും. വെൻ കറണ്ട് ലയബിലിറ്റീസ് ആർ ഇൻ എക്സസ് ഓഫ് കറണ്ട് അസറ്റിനേക്കാളും കൂടുതലാണ് കറണ്ട് ലയബിലിറ്റീസ് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. ദ ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് ഫിനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ആണ്, അതേപോലെ തന്നെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. എന്നാൽ വൈൽ നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് എന്ന് പറയും. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് എന്ത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്നാൽ ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ദ നെറ്റ് കോൺസെപ്റ്റ് മേ ബി സ്യൂട്ടബിൾ ഓൺലി ഫോർ എ സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പ് ഫേം. നെറ്റ് കോൺസെപ്റ്റ് ആ സോൾ ട്രേഡർക്ക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനാണ് സ്യൂട്ടബിൾ ആവുള്ളൂ. എന്നാൽ ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ടു ദ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനാണ് നെറ്റ് കോൺസെപ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത്ര കാര്യങ്ങളാണ് നെറ്റ് കോൺസെപ്റ്റിലുള്ളത്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. എന്നാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ്
കോൺസെപ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആവാൻ കാരണം കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. എന്നാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. കാരണം ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രയാണ്, ഹൗ മച്ച് എന്നാണ് നമ്മളവിടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. രണ്ടാമത്തത്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള കഴിവ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അതായത് അതിൻ്റെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള കഴിവ്, ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള കഴിവ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കഴിവാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിൻ്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കറണ്ട് ലയബിലിറ്റീസും മീറ്റ് ചെയ്യാനുള്ള കഴിവാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിലാണെങ്കിലോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടോട്ടൽ എമൗണ്ട് അവൈലബിൾ ഫോർ ദി ഫിനാൻസിങ് ദ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ഫിനാൻസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് എത്ര എമൗണ്ട് വേണം, എത്ര എമൗണ്ട് ടോട്ടൽ കറണ്ട് അസറ്റ്സിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ടോട്ടൽ കറണ്ട് അസറ്റ്സിലേക്ക് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം കറണ്ട് അസറ്റ്സിൽ എന്നുള്ളത് നോക്കുന്നതും ഏതാണ്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പ്രസ് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. എന്നാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലോ ഇറ്റ് എക്സ്പ്രസ്ഡ് ആസ് എ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്സ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. എന്നാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓർ ഓൺഗോയിങ് കോൺസെപ്റ്റ് ആണ്. കണ്ടിന്യൂസ് ആയി പോകുന്ന കോൺസെപ്റ്റ് ആണ്. ഗോയിങ് കോൺസെപ്റ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിലുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിലുള്ളത് ഗോയിങ് കൺസേൺ ഓർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇനി ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സോൾ ട്രേഡർ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സോൾ ട്രേഡറിനും പാർട്ട്ണർഷിപ്പ് ഫേമിനുമാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കമ്പനീസിനാണ്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലെ സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് ദി ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഫൈൻഡ് ഔട്ട് ദി ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഡസ് നോട്ട് റിവീൽ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് ഒരു കമ്പനിയുടെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണെന്ന് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, പിന്നെ കോമ്പണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ